ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കെട്ടിയ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ നമ്മൾ പോയ കുറേ ട്രിപ്പുകളുടെ വീഡിയോ ആയിട്ട് ഇനി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പാമ്പുവിൻ്റെ കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ കയറായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ ഉണ്ണികൾ തലയിലാക്കി കളിച്ചാൽ പേട്ടനിന്ന് കുറേ ചീത്ത കേട്ടോ. റീസൈക്കിൾ വെള്ളം ഉണ്ണികൾ തലയിലാക്കി എന്നൊക്കെ വല്ല രോഗം വരുന്നതിന് ചീത്ത പറഞ്ഞു കേട്ടോ. ഒരുപാട് മങ്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഉപദ്രവിക്കുമെന്ന് നമ്മൾ മുന്നേ കണ്ടിട്ട് വേണം നടക്കാനും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ ഡോർ, അതായത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഡോർ തന്നെ നല്ല കൊത്തുപണിയുള്ള ഡോറായിരുന്നു. അപ്പോൾ അതിന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. 16 വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ തടി കാണാം കേട്ടോ. അവിടെ 37 മീറ്ററാണ് അതിൻ്റെ ലെങ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് അവിടെ. അപ്പോൾ അത് പകുതി മുറിച്ചിട്ടാണ് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. വലിയ പണമുള്ളതാണ് കേട്ടോ. അതിൻ്റെ വിടുത്തും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ്. അപ്പം നമ്മുടെ ഉണ്ണിയോളെ വേഗം വേഗം നടക്കണം, കാരണം നമുക്ക് കുറേ പകർത്താൻ പറ്റിയില്ല കേട്ടോ. ഒരു വലിയൊരു തേക്കിൻ്റെ തടി കമഴ്ത്തിയിട്ടൊരു ഫോട്ടോ ആണ്, വേരൊക്കെ ആയിട്ട്. ഇതൊക്കെ വീട്ടുപകരണങ്ങളാണ് കേട്ടോ തേക്ക് തടിയിൽ പണ്ട് തീർത്തുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ഇരിപ്പിടം കാണിച്ചിട്ടാകും ഇരിക്കായിരുന്നു, കറക്റ്റ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തില്ല. പിന്നെ ഇതൊരു ആട്ടുഞ്ഞാൽ, പിന്നെ ബട്ടർഫ്ലൈസ്, പിന്നെ ഈ തേക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ, പേര് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പായിരുന്നു. അപ്പോൾ കുഞ്ഞോളെ വളരെയധികം സേഫായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു പാർക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അവന്മാർ കിടന്ന് ഓടിയിരുന്നു. അവന്മാർ കയറുമ്പോൾ തന്നെ കണ്ടിരുന്നു ഇവിടെ ഇങ്ങനെ സംഭവം ഉള്ളത്. അപ്പോൾ അവിടെ കയറി വന്നപ്പോൾ ഉണ്ണിയോളെ കയറ്റി വെച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോഴവർ പറയണം അമ്മ പാർക്കിക്ക് പോവാന്ന്. പക്ഷെ ഞാൻ ഏട്ടനെ സമ്മതിച്ചില്ല കേട്ടോ, കാരണം പാർക്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണതാണ് അവരെന്നെ. നമ്മളൊരു സ്ഥലം കാണാൻ പോയി അവിടുത്തെ കാര്യങ്ങൾ ആദ്യം കാണണമല്ലോ. അങ്ങനെ ഒരു ബട്ടർഫ്ലൈസിൻ്റെ കുറേ ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ പൂക്കൾ, പിന്നെ വാട്ടർ പ്ലാന്റ്സിൽ കുറേ വെറൈറ്റി ഉണ്ടെങ്കിലും ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ കണ്ടുള്ള പോലെ വിക്ടോറിയ ആമസോണിക്കാന്ന് ഈ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയായിരുന്നിട്ട് എനിക്ക് കണ്ടാവുക. പിന്നെ ബാമ്പുവിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ഫോട്ടോസ് ഇവിടെ വെച്ചിട്ട് എടുത്തിട്ട്. അപ്പോൾ എന്നെ കെട്ടിയ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ. ആൾക്ക് എന്താണാവോ അങ്ങനെ ഒട്ടി നിന്ന് ഫോട്ടോ എടുക്കണം കാര്യങ്ങളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ് വലിയ താല്പര്യം കാണിക്കാറില്ല. അങ്ങനെ പോസ്റ്റ് ഇട്ട് നിന്നിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ നിലമ്പൂരത്തെ വിശേഷം. ബാക്കിയുള്ളത് പിന്നെ അവർ കേട്ടോ. താങ്ക് യു.